അവൻ അദ്ദേഹം കഴിഞ്ഞ നാളുകളൊക്കെയും പ്രഥമ ദൈവദിനവുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം അവസരം കൊടുത്തിട്ടുണ്ട് എന്ന് നിശ്ചിതമായ ദൈവം ഉപയോഗിക്കേണ്ടതിന് നമ്മുടെ നിമിഷം കൊണ്ട് ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ വിശുദ്ധദാസൻ രാജേഷ് ശരിയാനവർക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെ വിശുദ്ധനെ ശുദ്ധമായി ഞങ്ങളുടെ മധ്യേ ഇന്ന് നിർത്തുമാറാകണമേ. പിതാവ് നൽകിയിരിക്കുന്ന ബോധം അവൻ ദൈവത്തിന് വെളിച്ചത്തിൽ വളരെ ശക്തമായി ഞങ്ങളോട് പ്രസ്താവിപ്പാൻ പിതാവിന്റെ വിശുദ്ധനെ കരങ്ങളിൽ എടുക്കണമേ. ആത്മാവിന്റെ ശക്തിയോടെ പറയുന്ന ഓരോ വചനങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായി പരിണമിക്കുവാൻ, ജീവിതമേ സ്തോത്രം വിഷയങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങളിൽ വലിയ വിടുതലായി പരിണമിക്കുവാൻ സ്വർഗമടയാക്കണമേ. എല്ലാ നിലയിലും ഇവിടുന്ന് മഹത്വമെടുക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം വെൽക്കം ചെയ്യുകയാണ്. അവൻ ബഹുമാന്യ അഭിഷിക്തനെ ദൈവത്തിന് സൂക്ഷിക്കായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരു കാര്യം കൂടെ ഒടുവിലായിട്ട് സജീവ് സാർ പ്രാർത്ഥിച്ച ആശീർവാദം പറയണേ. ഇന്ന് 2025 വർഷം മെയ് മാസം 28 തീയതി ബുധനാഴ്ചയുടെ സന്ധ്യാസമയത്ത് റിമ പ്രയർ മിനിസ്ട്രിയുടെ സന്ധ്യാ കൂട്ടായ്മയിൽ നമുക്കൊരു സന്ധ്യാസമയം കൂടി വരുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എന്നോളം ഉള്ളംകൈയിൽ വഹിച്ചല്ലോ, വീഴാതോളം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിൻ്റെ നിത്യസ്നേഹത്തെ ഇന്ന് പകലും കൂടി രുചിച്ചറിയുവാൻ ഇതുവരെ കർത്താവ് സഹായിച്ച എല്ലാ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് ധാരാളമായി നമ്മളെല്ലാം സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ. ഈ പ്രവർത്തനങ്ങളെ കർത്താവിത്തോളം സഹായിച്ചല്ലോ. കൂട്ടായ്മ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. കൂടുതൽ ജീവിതങ്ങൾ വന്ന് ചേരുവാൻ, അത് അനുഗ്രഹം പ്രാപിപ്പാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നലെ വരെ വന്ന് ശുശ്രൂഷിച്ച എല്ലാ ദേവദാസന്മാരെയും കർത്താവ് കുടുംബങ്ങളായി അനുഗ്രഹിക്കട്ടെ. അത് ലീഡ് ചെയ്തവർക്കായി സ്തോത്രം ചെയ്യുന്ന പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ നമ്മളെ സഹായിച്ചവരെയും കർത്താവ് കുടുംബങ്ങളായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാണമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് പാസ്റ്ററിനായി സ്തോത്രം, കുടുംബമായി കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. തന്നെ സഭാപ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ രാജീവ് ചാക്കോ പാസ്റ്റർ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. കുടുംബമായി കർത്താവ് അവരെയും തൻ്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ജയകുമാരി സൗരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ദാസി കർത്താവ് ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പ്രത്യേകമായി സ്വന്തം വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ജോസ് ബ്രദറെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. തന്നെയും കുടുംബമായി കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മറ്റുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന ദേവദാസന്മാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ദാസൻ ജോസഫ് പാസ്റ്റർ ഇന്നലെ പറഞ്ഞ പോലെ സ്വതം ഞാൻ ഒരിക്കലും വീഡിയോ ഓൺ ചെയ്യുന്ന കാര്യം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല, ഇനി പറയത്തുമില്ല സ്വതം. കാരണം പലവിധമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പല തടസ്സങ്ങളുണ്ട്. എന്നാൽ സ്വതം വീഡിയോ ഓൺ ചെയ്യാതെ ചപ്പാത്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കർത്താവിനെ പേര് താമസിച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നു, തമാശയായി പറഞ്ഞ ഒരു പാസ്റ്റർ പറഞ്ഞ കാര്യമാണോ യാഥാർത്ഥ്യമായി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് മണം കൂടി ഇതിപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആദ്യം നമുക്ക് ഓഡിയോ മാത്രം, ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുമായിരുന്നു. പിന്നെ വീഡിയോ ആയി. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ മണം കൂടി മണക്കാനുള്ള സംവിധാനം ഫോണുകളിൽ വരും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് അതൊരു പ്രശ്നം അന്ന് ആവും എന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അതുവേണ്ടി ഇന്നേ തയ്യാറെടുത്താൽ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് സാഹചര്യം ആകെ ഒറ്റമുറിയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ നമുക്ക് എല്ലാം കൂടി ഒരു കാര്യങ്ങൾ കൊണ്ട് നടത്തണമല്ലോ. അതുകൊണ്ട് സ്തോത്രം കർത്താവ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ നമുക്കറിയാലോ, പാചകം ചെയ്യുമ്പോൾ തന്നെ അത് ഓണാക്കുമ്പോൾ അതിന് ശബ്ദം, അത് ഓഡിയോയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ചെവിയുടെ ശ്രദ്ധ നമ്മൾ കൂടുതൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. അത് ആ സമയത്ത് പാചകം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വചനം ശ്രദ്ധിക്കുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ അല്പം ഉപ്പ് കൂടിയാലോ അല്ലെങ്കിൽ ഉപ്പിന് പകരം പഞ്ചസാര, രണ്ടും വെള്ളയാണല്ലോ, പഞ്ചസാര ഇട്ടാലും
അത് ദൈവം കർത്താവ് അത് മാറ്റിക്കൊള്ളും, അതിന് രുചിയാക്കി തീർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാസ് നമ്മൾ പ്രാർത്ഥിച്ച പോലെ നമുക്കറിയുന്ന പോലെ വളരെ വല്ലാത്തൊരു ലോക അവസ്ഥയിൽ, വല്ലാത്തൊരു കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ, മനുഷ്യനോട് അതേയുള്ള വെറുപ്പുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകത്തിന് അവസാനത്തിൻ്റെ സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി അധികം നാളില്ല. സ്തോത്രം. മാത്രമല്ല, ഇനി കർത്താവിൻ്റെ വരവ് താമസിച്ചാലും 50 വർഷം കഴിഞ്ഞിട്ടോ 100 വർഷം കഴിഞ്ഞിട്ടല്ല, ഇനി ഒരു 500 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആയുസ് അധികമില്ല. അതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഈ ഞായറാഴ്ച അല്ല, അതിന് മുമ്പത്തെ ഞായറാഴ്ച നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. സ്വന്തം ആലപ്പുഴ തുരുവൂരിൽ ഒരു സഭയുടെ പേരൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വെറും 27 വയസ്സുള്ള ഒരു സഹോദരി 6 മാസമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് ആ സഹോദരി ഞായറാഴ്ചത്തെ സഭായോഗത്തിന് പോകുന്ന വഴിക്ക്, ബൈക്കിൽ പോകുന്ന വഴിക്ക് ടോറസ് ഇടിച്ച് മരിച്ചു. ഈ 2 ആഴ്ച, ഈ നമ്മുടെ ഈ ഞായറാഴ്ച അല്ല, തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച. അപ്പോൾ അത്രത്തോളം അത്ര സമയം നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു ലോകത്തിൽ നമ്മളായിരിക്കുന്നത്. കർത്താവ് നമുക്ക് ഇന്ന് ആയുസ്സും ആരോഗ്യം തന്നല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചെയ്ത് തീർക്കാൻ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കർത്താവ് അത് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. അത് ഇരിക്കുമ്പോൾ തന്നെ അന്ന് തന്നെ ആ ഞായറാഴ്ച തന്നെ ഈ ഒരു സംഭവം, ഒരു ഭാരമായ സംഭവം കേരളത്തിൽ സംഭവിച്ചപ്പോൾ വടക്കേന്ത്യ ഛത്തീസ്ഗഡിൽ സ്തോത്രം നല്ലൊരു ദൈവസഭ, ജോസ് തോമസ് എന്ന് പറയുന്നത് കർത്തദാസ്, മലയാളിയായ പാസ്റ്റർ നടത്തുന്ന നല്ലൊരു വലിയ സഭ സ്തോത്രം. അത് സഭായോഗത്തിന് മധ്യത്തിൽ അല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ കയറി സഭായോഗത്തെ അലോകൂലപ്പെടുത്തി സഭാ ഹാൾ തകർത്തു തന്നെ അതിൻ്റെ ഭിത്തികൾ പോലും പലതും ഇടിച്ചു പൊളിച്ച് സാധനങ്ങൾ നശിപ്പിച്ച് അവസാനം അന്ന് കേസെടുക്കാൻ പോലീസ് വന്ന കേസ് എടുപ്പിക്കാൻ അവർ വളരെ ബന്ധപ്പെട്ടുവെങ്കിൽ പോലീസ് അതിന് ഒഴിവായിട്ട് പിറ്റേ ദിവസം അതേ സഭയിൽ കൂടുന്ന ഒരു പുതിയ വിശ്വാസി കുടുംബത്തെ കൊണ്ട് പാസ്റ്ററിന് എതിരായി ഒരു കള്ളക്കേസ് ഉണ്ടാക്കി പാസ്റ്ററിനെ പിറ്റേ ദിവസം പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ദേശത്ത്, നമ്മുടെ സ്വന്തം രാജ്യത്ത് വർദ്ധിക്കുകയാണ് എന്നും പറഞ്ഞ സ്തോത്രം. ഒരിക്കലും ഇന്ത്യ പലപ്പോഴും നമുക്ക് ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് പലരും എല്ലാവരും അല്ല, പലരും ഇങ്ങനെ ഒരു പ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ത്യ ഒരു ഹീനമായ രാജ്യമായി തീർന്നോ അല്ലെങ്കിൽ ഹീനമായ രാജ്യമാണോ എന്ന്. അതുകൊണ്ടാണ് പലരും ഇവിടുന്ന് ചേക്കേറി ഇവിടുന്നൊക്കെ വിടുന്നത്. പല മക്കളെയും അവർ വിടുന്നത് അവർ സ്വസ്ഥമാക്കാൻ വേണ്ടി അല്ല. സ്തോത്രം. നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ജനിക്കാനൊരു സൗഭാഗ്യം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യ പുരോഗതി ശക്തിയോടെ വർദ്ധിക്കുന്നതാണ്. മറ്റുള്ള അമേരിക്ക പോലെ രാജ്യങ്ങൾ പോലും പറയുന്നത് ഇന്ത്യ ആണ് ഏറ്റവും വലിയ നല്ല രാജ്യം. സ്തോത്രം. ഇവിടേക്ക് വന്ന ടൂറിസ്റ്റ്, അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഹീനമായ പ്രവൃത്തികൾ മറ്റുള്ള രാജ്യങ്ങൾ, ഈ പറയുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, അതേ നമ്മളെ ദൈവമക്കളെ നമ്മളെ ഇവിടുത്തെ പൗരന്മാരാക്കി കർത്താവ് തീർത്തത് അത് സൗഭാഗ്യം തന്നെ ആകുന്നു. ഹല്ലേലൂയ. അതേ ശക്തികൾ, അതേ പൈശാചിക ശക്തികൾ, അത് 33 കോടി ദൈവന്മാരെ സേവിക്കുന്ന രാജ്യത്തിൽ തന്നെ നമ്മളെ ജനിപ്പിച്ച് അതിന് നടുവിൽ നമുക്ക് ആത്മീയമായ ഒരു ജനനം കർത്താവ് നൽകി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്ന് അത് സ്നാനപ്പെടുവാനും ദൈവസഭയുടെ അംഗമായി തീരുവാൻ കർത്താവ് ചെയ്ത ആ മഹാപ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അല്ലെ, പീഡ എന്ന എല്ലാ കാലത്തും സഭയ്ക്കുണ്ട്. യേശുവിൻ്റെ കാലഘട്ടം മുതൽ അല്ല, യേശു പോലും പീഡിപ്പിക്കപ്പെട്ടല്ലോ. സ്തോത്രം. അപ്പോൾ പീഡ ഏത് രാജ്യത്തും ഏത് കാലത്തും ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ക്ഷീണിച്ചു പോകാതെ ഹല്ലേലൂയ, നമ്മുടെ മക്കളോ നമ്മളോ ഏത് അവസ്ഥയിലായാലും സ്തോത്രം, നമുക്ക് അത്രത്തോളം ഒന്നും നമുക്ക് കാര്യങ്ങൾ വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നാലും, പീഡന അനുഭവം വന്നാലും അത് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ ആണ് കർത്താവ് നമുക്ക് ഈ നാളുകളിൽ കൂട്ടായ്മ തരുന്നത്. സ്തോത്രം. സഭയുടെ കൂട്ടായ്മ ആയിക്കോട്ടെ, ഇങ്ങനെ സൂമിൻ്റെ മീറ്റിംഗ് ആയിക്കോട്ടെ, എന്തുതന്നെയായാലും അതേ അത് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ, ധൈര്യം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഈ നാളുകളിൽ അതേ സജ്ജമാക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നലെ ജോസഫ് പാസ്റ്ററിൻ്റെ അതേ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിന് വേണ്ടി ബലത്തോടെ നിൽപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, യേശു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു.
നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. സ്തോത്രം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ അത് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ടാണ്, യേശു ക്രിസ്തു തന്നെ പ്രാണനെ സ്നേഹിക്കാതെ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാമും സഹോദരന്മാർക്ക് വേണ്ടി, സഭയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി, സ്തോത്രം, അതെ, നാം എന്ത് ചെയ്യണം? അല്ലെ, അല്ലാത്തവർക്ക് വേണ്ടി, സഭയിൽ അല്ലാത്തവർക്ക് വേണ്ടിയും പ്രാണനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിച്ച് വേർതിരിച്ചത്. പ്രൈസ് ലോർഡ്. ആ ഒരു ധൈര്യത്തിൻ്റെ ആത്മാവ്, പൗലോസ് പറയുന്ന പോലെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അത് ആത്മാവിനെ കൊണ്ട്, ധൈര്യത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് കർത്താവ് നമ്മളെ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, പറയുന്നത്, ആശ്വാസം തരുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. അത് നിൻ്റെ ആയുസ്സ് എത്ര ഉണ്ടെന്ന് ഞാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അതുവരെ സ്തോത്രത്തിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ അതിനു മുമ്പേ പ്രൈസ് ലോർഡ് കർത്താവ് ഏൽപ്പിച്ച ഒരു വലിയൊരു ദൗത്യമാണ് അത്, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുവാൻ വേണ്ടി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കൂട്ടായ്മകൾ ബലപ്പെടുത്താൻ വേണ്ടി, ശക്തീകരിക്കാൻ വേണ്ടി. ഞാൻ ഈ വാക്യത്തോട് ചേർന്ന് പലപ്പോഴും അത് എവിടേക്ക് പ്രസ്താവിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം പറയുന്നൊരു കാര്യമാണ്, പ്രാണനെ വെച്ച് കൊടുത്തില്ലെങ്കിലും നമ്മുടെ സഭാ ഹാളിൽ ഇരിക്കുന്ന നമ്മുടെ കസേരയെങ്കിലും ആരെങ്കിലും പുതിയൊരു ആൾ വന്നാൽ, എനിക്കുമ്പോൾ ഞാൻ പോയി ഇരിക്കുന്നതിന് മുമ്പേ ആരെങ്കിലും വന്ന് ഇരുന്നാൽ അതുമേ പിടിവാശി പിടിക്കാതെ ആ കസേര അന്നത്തേക്ക് അവർക്ക് വിട്ടുകൊടുക്കണം. ചില സഭയിലൊക്കെ പോയി അച്ഛന്മാരോ അല്ലെങ്കിൽ അമ്മമാരൊന്നും അവർ വിട്ടുകൊടുക്കില്ല, ആ കസേര പോലും വിട്ടുകൊടുക്കില്ല. ചിലരെ എഴുന്നേൽപ്പിച്ച അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വന്തം കൃപയാൽ എനിക്കത് സംഭവിച്ചിട്ടില്ല. ഞാൻ പോയി ഇരുന്നിട്ടുണ്ട്. പുതുതായ ഒരു സഭയിലൊക്കെ പോകുമ്പോൾ പുറകിൽ പോയിരിക്കും. പുറകിൽ പൊതുവെ പഴയ ആൾക്കാർക്കും അതേ ഉള്ള സീറ്റാണല്ലോ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ എന്നാൽ എന്നെ എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടില്ല, പക്ഷേ അത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാണനെ കൊടുത്തില്ലെങ്കിലും നമ്മുടെ അല്ലെങ്കിൽ ചില മനോഭാവങ്ങൾ മാറുവാൻ, അത് നമ്മുടെ ഇഷ്ടങ്ങളൊന്ന് മാറുവാൻ, ആർക്ക്? നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർ നിമിത്തം എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റുവാൻ, മറ്റുള്ളവർ നിമിത്തം എന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇന്ന് വാക്യം കേൾക്കുമ്പോൾ ഇനി രാകേഷ് പാസ്റ്റർ ഇന്ന് പ്രാണനെ കൊടുക്കുന്ന, ജീവൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കുന്ന സന്ദേശമാണ് പറയാൻ പോകുന്ന എന്ന് ഭയം വേണ്ട. അത്രത്തോളം ഞാൻ പോകുന്നില്ല. സ്തോത്രം. എങ്കിലും അതിനോട് ചേർന്ന് തങ്ങളുടെ സ്വന്തം ജീവൻ കർത്താവിന് വേണ്ടി വെച്ചു കൊടുത്ത രണ്ട് വ്യക്തികളെ കുറിച്ച്, ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും, ഒരു അച്ചായനും ഒരു അമ്മാമ്മയും. അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ അധികം പ്രായമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങളോടുള്ള ദൂതും മാത്രം ചെറുപ്പക്കാരോട് ദൂതും, കാരണം ചെറുപ്പക്കാരോട് ഓർപ്പിക്കാൻ വേണ്ടിയ സ്തോത്രത്തിൻ്റെ പ്രായം ഉള്ളവരെ കൊണ്ട് കർത്താവ് തൻ്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ അത് യോഹന്നാൻ്റെ സുവിശേഷം അത് 3:14 നമുക്കറിയാവുന്ന വാക്യമാണ്, കാണാപ്പാടുന്ന വാക്യമാണല്ലോ. അത് 3:14 പറയുന്നു, അത് തൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അത് സ്തോത്രം അത് ഹല്ലേലൂയ അവനെ നൽകുവാൻ തക്കണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചത് ദൈവം എന്തിനാണ് വേണ്ടിയാണ്? ആ സ്നേഹത്തെ രുചിച്ചറിയുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ നിന്നൊക്കെയാണ് അത് കമ്മ്യൂണിസം ജനിച്ചത്. ഇതിൽ നിന്നാണ് ഗാന്ധിയിസം അല്ലെങ്കിൽ ഗാന്ധിജി ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ച് തൻ്റേതായ ആ പ്രവൃത്തി, തൻ്റേതായ അത് മാർഗമൊക്കെ അങ്ങനെ പലരും അവരെ മാർഗങ്ങൾ ആരംഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷേ അവരുടെ എല്ലാം അത് മാനുഷികമായ രീതികളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് പ്രാണൻ നൽകിയത്? നിത്യജീവൻ നൽകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ, പാപം നിമിത്തം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് യേശു അത് ചെയ്തത്. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവ് അന്ന് ഏതൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിനെ സ്തോത്രം ഹല്ലേലൂയ ആദാമും ഹവ്വയും അത് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിന് വീണ്ടും വിശ്വാസം നൽകാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ നൽകിയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ സ്തോത്രം അത് ഞാൻ ആ രണ്ട് വ്യക്തികളെ, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ ആ രണ്ട് വ്യക്തികളെ കുറിച്ച് ഞാൻ അല്പകാര്യങ്ങൾ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എങ്കിലും അത് നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടി, ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ എന്നും കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. അത് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ അത് 25 മുതൽ 38 വരെ വാക്യങ്ങൾ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർ പുതിയ നിയമമാണെങ്കിലും അവർ അനുസരിക്കുന്നത്, അവർ ആചരിക്കുന്ന പഴയ നിയമങ്ങളാണ്. കാരണം യേശുവിൻ്റെ മരണം ശേഷം യേശുവിൻ്റെ ഉയർപ്പ് ശേഷം മാത്രമല്ല പെന്തക്കോസ്ത് നാളിലാണ് പുതിയ നിയമസഭ
ആരംഭം. സ്തോത്രം. അതുവരെ പഴയ നിയമസഭയാണ്. പഴയ നിയമസഭ അന്നുണ്ട്. പഴയ നിയമത്തിൽ സഭയാണ് വിളിക്കുന്നത്, ഇസ്രായേൽ സഭ, പഴയ നിയമം. പക്ഷേ പുതിയ നിയമം ആരംഭിക്കുന്ന പെന്തക്കോസ്ത് നാളിലാണ്. അപ്പോൾ അന്ന് വരെ ഉള്ള സകലതും നിയമങ്ങളും അത് പഴയ നിയമം ആചരിക്കുന്ന അനുഭവങ്ങളായിരുന്നു. യേശു താൻ തന്നെ അത് പ്രസ്താവിച്ചു, യേശു അതെല്ലാം അനുസരിച്ചു. സ്തോത്രം. അപ്പോൾ ഇവർ നമ്മൾ വായിക്കുന്ന ലൂക്കോസ് സുവിശേഷം പുതിയ നിയമമാണെങ്കിലും ഇവർ ജീവിച്ചത് പഴയ നിയമത്തിലാണ്. സ്തോത്രം. പഴയ നിയമത്തെ കീഴ്പ്പെട്ടാണ് ഈ രണ്ട് വ്യക്തികൾ ജീവിച്ചത്. ഒന്ന് ഷിമിയോൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ഒരു നീതിമാനായ മനുഷ്യനാണ്. താനൊരു പ്രവാചകനല്ല, താനൊരു പുരോഹിതനല്ല. സ്തോത്രം. പക്ഷേ തന്നെ കുറിച്ച് പറയുന്ന അവൻ നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ലോർഡ്. അത് ഷിമിയോൻ. രണ്ടാമത് പറയുന്നത് ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകി. രണ്ടും സ്തോത്ര ഹല്ലേലൂയ, അത് രണ്ട് ഗോത്രത്തിലുള്ളവരായിരുന്നു. രണ്ട് വ്യക്തികളും രണ്ട് രീതിയിലുള്ളവരായിരുന്നു. ജനിക്കപ്പെട്ടതും അവർ കർത്താവിനെ കാണുന്നൊക്കെ. പ്രൈസ് ലോർഡ്. അവരുടെ ശുശ്രൂഷ അല്പമായിട്ട് ഞാൻ വേഗത്തിൽ വിവരിച്ച് അത് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 25-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അത് യെരുശലേമിൽ ഷീമോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. സ്തോത്രം. അവൻ നീതിമാനായിരുന്നു, അവൻ യെരുശലേമിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. 25, 26, 27 വാക്യങ്ങൾ, 3 വാക്യങ്ങളിൽ 3 തവണയും 3 വാക്യത്തിലും പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. 26 പറയുന്ന പരിശുദ്ധാത്മാവ് അവനോട് അരുളി ചെയ്തു. 3-ാമത് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ അവൻ ആലയത്തിലേക്ക് കടന്നു. നമ്മൾ വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന അവൻ നീതിമാനായിരുന്നു. അവൻ പ്രവാചകനല്ല, അതേ സ്വന്തം പുരോഹിതന, പക്ഷേ അവൻ നീതിമാനായ സാധാ വ്യക്തിയായിരുന്നു. തൻ്റെ ഗോത്രമോ തൻ്റെ കുലമോ തൻ്റെ അതേ കുടുംബത്തെക്കുറിച്ചൊന്നും അതേ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയില്ല. പക്ഷെ താൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു കാത്തിരിക്കുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം. 3-ാമത് പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേലുള്ള ദാവീദുണ്ട്. സ്തോത്രം. അത് പഴയ നിയമത്തിലെ ദാവീദ് നമുക്കറിയാം. ദാവീദ്, ഷിംഷോൻ, അതേ സ്തോത്രം, അല്ലെങ്കിൽ യോശുവ, ഇങ്ങനെയൊക്കെ പല മോശമൊക്കെ, അങ്ങനെ പല ഭക്തന്മാരുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ടായിരുന്നു. സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരെ ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നമ്മളിലും ഇപ്പോൾ ഈ കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ പരിശുദ്ധാത്മാവ് വന്നെങ്കിലും വാസമുണ്ടെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വന്നു പോകുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പലരും പിന്മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ വലിയ വീര്യപ്രവൃത്തി ചെയ്ത പാസ്റ്റർമാർ പോലും അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പോലും അത് പിൻകാലങ്ങളിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കുന്നു. സ്തോത്രം. അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവരെ വിധിക്കാൻ വേണ്ടിയല്ല ഞാൻ കാര്യം പറഞ്ഞെന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് മേൽ തന്നെയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പൂർണ്ണമായി വസിക്കണമെങ്കിൽ ഞാൻ ആത്മാവിൽ വിധേയപ്പെടണം. ഞാൻ ആത്മാവിന് വേണ്ടി വാഞ്ചിക്കണം എല്ലാ ദിവസവും. ആത്മാവിനെ പുതുക്കത്തിൽ ജീവിക്കുന്ന പൗലോസ് പറയുമ്പോൾ ആ പുതുക്കം എന്നും വേണം. ഒരു ദിവസം പ്രാപിച്ച ശക്തി കൊണ്ടോ ഒരു ദിവസം പ്രാപിച്ച ജ്ഞാനം കൊണ്ടോ എനിക്ക് എൻ്റെ ജീവിത അന്ത്യം വരെ ജീവിക്കാൻ എനിക്കോ ആർക്കും ഭക്തന്മാർക്ക് സാധിച്ചിട്ടില്ല. എന്നും ആത്മാവിന് പുതുക്കം, പ്രത്യേകിച്ച് പുതിയ നിയമസഭയിലായിരിക്കുന്ന നമുക്ക് ആത്മാവിന് പുതുക്കം എന്നും വേണം. തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ. സ്തോത്രം. തിങ്കളാഴ്ചയുടെ ബലം കൊണ്ട് ചൊവ്വാഴ്ച നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ മനുഷ്യൻ അവൻ നീതിമാനായിരുന്നു. തൻ്റെ പ്രവൃത്തികളെല്ലാം നീതിയോടെ ചെയ്തൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. മാത്രമല്ല ഒരു കാത്തിരിക്കുന്ന മനുഷ്യൻ. കാത്തിരിപ്പാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. യേശു താൻ തന്നെ പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം, വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഏത് വാഗ്ദത്തം? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. ആ ആത്മാവിനെ നമ്മൾ ഒരിക്കലായി പ്രാപിച്ച ശേഷം പിന്നെ നമുക്ക് വിഷയമില്ല. എല്ലാവരും ആശ്വാസം പ്രാപിക്കുന്ന, എനിക്ക് 2 വാക്ക് അന്യഭാഷ പറയാൻ അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിപ്പാട് കാണുന്നുണ്ട്, ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എന്നോട് സംസാരിക്കുന്നു, ഇങ്ങനെ വചനം തന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പിന്നെ അത് മതി, ഇത് സംതൃപ്തിയാണ്. അതല്ല സംതൃപ്തി. സ്വതം അതിലല്ല സംതൃപ്തിപ്പെടേണ്ടത്. പ്രൈസ് ലോർഡ്. എന്നും ഒരു പുതുക്കം. പ്രൈസ് ലോർഡ്. എന്നും ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. എൻ്റെ കുറവ്, നമ്മുടെ മനുഷ്യരാണ്, നമ്മുടെ ജീവിതത്തിൽ കുറവ് വരും. ചിലവൊക്കെ നമ്മൾ മറന്നുപോകും. സ്തോത്രം. പകലും രാവിലെ എണീക്കുമ്പോൾ സ്തോത്രം ചെയ്ത് കർത്താവ് നല്ലൊരു ദിവസം തരണമേ. രാത്രി പോകുമ്പോൾ കർത്താവ് വന്ന കുറവുകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപാടിൽ അല്ല, എൻ്റെ ചിന്തയിൽ പോലും സ്തോത്രം കർത്താവിന് യോജിക്കാത്തത്, അത് കർത്താവിന് ഹിതമല്ലാത്തത് ഞാൻ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. അത് ആത്മീയമായ വിഷയങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു മാറിയിട്ടുണ്ടോ?
പ്രൈസ് ലോർഡ്. അതൊക്കെ ആക്ച്വലി വളരെ ശോധനയുടെ കാര്യങ്ങളാണ്. അതിൽ വളരെ ഗഹനമായി നമ്മൾ ചിന്തിച്ച് അത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം. അത് നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെക്കുറിച്ചും അത് ഒരുമിച്ച്, അതുള്ള കുടുംബ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയിൽ വരുമ്പോൾ സ്തോത്രം, അത് ഭാര്യ ഭർത്താവ് സ്വന്തം കുഞ്ഞുങ്ങൾ തമ്മിൽ ചില അന്ന് പകൽ സംഭവിച്ച എന്തെങ്കിലും അപകടമോ, കുഞ്ഞുങ്ങൾ സ്കൂളിലോ കോളേജിൽ വെച്ച് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആരെങ്കിലും കളിയാക്കിയതോ അല്ലെങ്കിൽ ഒരു സംശയം ചോദിച്ചതോ എന്തെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ അതൊക്കെ പങ്കുവെക്കുന്ന ഒരു ഇടമാണ് കുടുംബ പ്രാർത്ഥന. അവിടെ ഇത് കേട്ടിട്ട് അപ്പന് തലയായ അപ്പൻ അതിന് മറുപടി കൊടുക്കണം. ഇല്ലെങ്കിൽ അപ്പോൾ മറുപടി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെന്ന് പറഞ്ഞ് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ആ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ച് അതിന് മറുപടി കണ്ടെത്തണം. കണ്ടെത്തില്ലെങ്കിൽ സഭയിൽ വന്ന് പാസ്റ്ററോട് പറയണം. ഇതായിരുന്നു പഴയ നിയമത്തിലെ രീതി. പക്ഷെ നമുക്ക് ഇന്നെല്ലാം രീതികൾ വിട്ടുപോയി. സഭയിൽ ആചരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയി. കുടുംബത്തിന് ആചരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയി. കാരണം എന്താണ്? ജോലിയുടെ തിരക്ക്, വിദ്യാഭ്യാസത്തിൻ്റെ തിരക്ക്, ഇതെല്ലാം തിരക്ക് നിമിത്തം അല്ല നമുക്ക് വേണ്ടുവണ്ണം അത് യഥാർത്ഥമായി യേശു ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റാതെ നമ്മുടെ പെന്തക്കോസ്ത് ഗോളം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നുണ്ട്, സ്തോത്രം, ഓടുന്നുണ്ട്. പക്ഷെ എന്താണ്? ഹല്ലേലൂയ, അത് വേണ്ടുവണ്ണം പി ടി ഉഷയെ കുറിച്ച് പണ്ട് അറിയുന്ന കാര്യമാണല്ലോ. പി ടി ഉഷ ഓടി, പക്ഷേ ഓടിയെല്ലാം കഴിഞ്ഞ് ഫസ്റ്റായിരുന്നു. എന്നാൽ ഒളിമ്പിക്സിലാണ് ഫസ്റ്റായിരുന്നു. പക്ഷേ ക്യാമറയിലാണ് തെളിഞ്ഞത്. അത് പുള്ളിക്കാരത്തി അത് ഒരു ചവിട്ട് മാത്രം, അല്പമായ ആ ട്രാക്ക് വിട്ട് ട്രാക്കിൻ്റെ മേൽ ആ വെള്ള വരയിൽ ചവിട്ടിപ്പോയി. വെള്ള വരയിൽ ചവിട്ടാൻ പാടില്ല. വെള്ളവരയിൽ പോലും ചവിട്ടാൻ പാടില്ല. വെള്ളവരയിൽ ഭാഗം ചവിട്ടിയ നിമിത്തമായിട്ട് മനുഷ്യൻ കണ്ടില്ല, പക്ഷെ ക്യാമറ കണ്ടു. അതുകൊണ്ട് അന്നത്തെ ആ ഒളിമ്പിക്സിൽ പി ടി ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ടു പോയി. സ്വതന്ത്രം. അപ്പോൾ അത്രയും ഓടിയതാ, അധ്വാനിച്ചു, അഭ്യസിച്ചു, ഭക്ഷണം വെടിഞ്ഞു. അവർക്ക് നമ്മളെ ബിരിയാണി കഴിക്കാൻ, എന്നും ബിരിയാണി കഴിക്കാൻ പറ്റില്ല അവർക്കൊന്നും. അവർക്ക് ഒത്തിരി സ്വതന്ത്രം മാറ്റി വെക്കേണ്ട, ഡയറ്റായി മാറ്റി വെക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ സ്പോർട്സ് താരങ്ങൾക്കുണ്ട്. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. അവരെ വെയിറ്റ് നോക്കണം, അവരെ ചിന്താഗതികൾ അതിനെ നിയന്ത്രിക്കണം. ടെൻഷൻ പിടിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല. ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതമാണ് അവർക്ക് വേണ്ടി അവർ വിഭാവനം, അവരെ ട്രെയിനീസ് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ആൾക്കാർ ചെയ്തു കൊടുക്കുന്നത്, അവർ കോച്ച് ചെയ്തു കൊടുക്കുന്നത്. അപ്പം നിസ്സാരമായ ഒരു പിഴവുണ്ട് ആ സഹോദരിയുടെ ജീവിതം. അത് നിമിത്തം എന്താ? ഇന്ത്യക്ക് പോലും നാണക്കേടായി. നാണക്കേടെന്ന് പറഞ്ഞാൽ തെറ്റല്ല ചെയ്തത്, പക്ഷെ നമുക്ക് ഇന്നും അയ്യോ അത് കിട്ടിയില്ലല്ലോ എന്നൊരു വേദന അവർക്ക് ഇന്നുണ്ട്, ഇന്ത്യക്കാരെ നമുക്കുണ്ട്. സ്വതന്ത്രം. അപ്പോൾ പറയുകയാണ് പരിശുദ്ധാത്മാവിൽ അതേ ഓടുവാൻ ഈ മനുഷ്യൻ ഹല്ലേലൂയ അത് കാത്തിരിക്കുന്ന മനുഷ്യനാണ്. നീതിമാനായിരുന്നു, അത് കാത്തിരിക്കുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം. എന്തിനു വേണ്ടി കാത്തിരുന്നു? അതിലൊരു കാത്തിരിപ്പോൾ തനിക്ക് അന്നേ ഉണ്ടായിരുന്നു. ഒരു മശിഹ വരാൻ പോകുന്നു എന്നൊരു വാർത്ത, ഒരു പ്രവചനം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് തൻ്റെ ഭാവിയെക്കുറിച്ചോ, തൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ, തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചോ, മറ്റുള്ള കാര്യങ്ങളല്ല, അതൊക്കെ നടന്നോളും എന്നൊരു ദൈവവിശ്വാസം, ദൈവ ആശ്രയം ആ മനുഷ്യനുണ്ടായിരുന്നു. അതാണ് നീതിമാൻ. സ്തോത്രം. നീതിമാൻ ഒരിക്കലും കുരുങ്ങിപ്പോവുകയില്ല. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യം ആകുന്നു. പക്ഷെ യഹോവയാദൈവം അതിലെല്ലാം കർത്താവ് വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അസംഖ്യമായ അതേ അനർത്ഥങ്ങൾ വന്നാലും വന്നിട്ടും ഈ മനുഷ്യൻ പിടിച്ചു നിന്ന് എന്താണ് ഇനി ഒരു കാത്തിരിപ്പ്, ഒരു മശിയെ കാണുവാൻ. താൻ കാണുമെന്ന് സ്തോത്രം അതേ ഹല്ലേലൂയ അതിന് മുമ്പൊന്നും താൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ കാലത്തിലെ നല്ല വിശുദ്ധന്മാർ, ഭക്തന്മാർ, നീതിമാന്മാർ അതേ യേശു ക്രിസ്തുവിൻ്റെ മശിയയുടെ കാത്തിരിപ്പിന് വേണ്ടി അവർ നിന്നു. അവർ കാത്തിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അവർ അന്നത്തെ മശിയ വന്ന് അവരെ റോമ സാമ്രാജ്യത്തിൽ നിന്ന് ആ പീഡയിൽ നിന്ന് വിടുവിക്കും എന്നായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ യേശു അതൊന്നും ചെയ്തില്ല. സ്തോത്രം. അവർ വിപരീതമായ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം യേശു മുൻതൂക്കം കൊടുത്തു, കർത്താവ് മരിച്ചു. സ്തോത്രം. അപ്പോൾ അതാണ് ഏറ്റവും അവരുടെ വിഷയം. അതുകൊണ്ട് മെഷിയായിട്ട് യേശുവിനെ അവർ അംഗീകരിക്കാത്തൊരു കാരണം. മെഷിയ വന്ന് അവരെ വെടിവെക്കും, പക്ഷെ പാപത്തിൽ നിന്ന് വന്ന് വെടിവെക്കും എന്നുള്ള രീതി ആ ചിന്താഗതി അവർക്ക് ഉണ്ടായില്ല. അവർക്കത് അംഗീകരിക്കാനും പറ്റിയില്ല. ഞങ്ങളെ റോമാക്കാരെ അടിമത്തിൽ നിന്ന് ഞങ്ങൾ വെടിവെക്കും എന്ന പൂർണ്ണ ചിന്തയായിരുന്നു അവർക്കുണ്ടായത്. സ്വതം. ഈ മനുഷ്യനും ഒരു രീതിയിൽ അതും ഉണ്ടായിരുന്നു, പക്ഷെ ഉപരിയായി ഇല്ല. മാത്രമല്ല മഷിയയ്ക്ക് അത് ഞങ്ങളെ പൂർണ്ണമായി സകല വിധത്തിലും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും സകല രീതിയിലും അതേ സ്വതം ഞങ്ങളെ വിടുവിപ്പാൻ, സകല മേഖലയിലും അതൊരു വിടുതൽ, അതൊരു രക്ഷ നൽകുവാൻ ഞങ്ങളുടെ രക്ഷകൻ വരുന്നു എന്നൊരു കാത്തിരിപ്പ് തനിക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ കാലാവസ്ഥയോ, പ്രൈസ് ദി ലോർഡ്, ഈ മഴയുടെയും ചൂടിൻ്റെ കാലാവസ്ഥ ഞാൻ പറയുന്നത്, അന്നത്തെ ആത്മീയ ഗോളം, അന്നത്തെ ആത്മീയ അവസ്ഥ ഇസ്രായേലിൻ്റെ ആത്മീയ അവസ്ഥ വളരെ അധപതിച്ച ഒരു കാലഘട്ടമായിരുന്നു.
ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ആ ഒരു വ്യഭിചാരിയായ സ്ത്രീയെ അവർ പിടിച്ചുകൊണ്ട് പട്ടാപ്പകൽ പിടിച്ചുകൊണ്ട് വന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടാപ്പകൽ വ്യഭിചാരിയെ പിടിച്ചു. അപ്പോൾ പട്ടാപ്പകൽ വ്യഭിചാരം പോലും നടക്കുന്ന അവസ്ഥയിലേക്ക് യെരൂശലേമും ഇസ്രായേൽ മക്കൾ താഴ്ന്നു. ദൈവഭയം ഇല്ലാത്തൊരനുഭവം. സ്തോത്രം. ആലയത്തിൽ കച്ചവടം നടക്കുന്ന അനുഭവം. യേശു ചെയ്യേണ്ടി വന്നു? തല്ലി ഓടിക്കേണ്ടി വന്നു. സ്തോത്രം. നിങ്ങൾ എൻ്റെ ആലയം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ആലയം, നിങ്ങളതിനെ കള്ളന്മാരെ ഗുഹയാക്കി തീർത്തു. അതായത് ദൈവത്തിൻ്റെ ആലയത്തെ കള്ളന്മാരെ ഗുഹയാക്കി തീർത്ത ഇസ്രായേൽ ജനം. സാമ്പത്തിക വിഷയത്തിൽ അവർ വളരെ ദരിദ്രന്മാരായിരുന്നു. ഒത്തിരി ദാരിദ്ര്യത്തിൽ കടന്നുപോയ അനുഭവം. പീഡ. സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം ഉണ്ട്, എന്നാൽ സ്വാതന്ത്ര്യമില്ല. റോമക്കാർ അവർ മേൽ അധികാരം ചെലുത്തിക്കൊണ്ടിരുന്നു. അല്പകാര്യങ്ങൾക്കൊക്കെ അവർ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ രീതിയിൽ അവർക്ക് സമയാസമയങ്ങൾ ആരാധന നടത്താൻ പറ്റുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, പോകാൻ പറ്റുമായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നും ഒരു വേദന ഉണ്ടായിരുന്നു. സ്തോത്രം. അതെ, ഞങ്ങൾ സ്വതന്ത്രർ അല്ലല്ലോ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ, ഞങ്ങളെ ഭരിക്കുന്നത് യഹോവയായ ദൈവമല്ലല്ലോ. സ്തോത്രം. ആ ഒരു അവസ്ഥയിൽ ആണ് ഈ മനുഷ്യൻ നീതിമാനായി ജീവിച്ചത്. സ്തോത്രം. ഇന്ന് പകലും ഒരു സൂം മീറ്റിങ്ങിൽ ഹല്ലേലൂയ യൂട്യൂബിലും ഉണ്ട്. ആ കർത്തദാസൻ ചർച്ചകളിലെ റെജി മാത്യു എന്ന് പറയുന്ന കർത്തദാസൻ്റെ എന്നും അത് മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ഭാര്യ എന്നും കേൾക്കാറുണ്ട്. ഇന്ന് കർത്തദാസൻ സ്തോത്രം ഓർപ്പിച്ചൊരു ഭാഗമായിരുന്നു ഈ ഷിമോൻ്റെ ഭാഗം. ഞാൻ 2 ദിവസം മുമ്പേ ഒരു സഭയുടെ കുടുംബ പ്രാർത്ഥനയിൽ പോയപ്പോൾ ദൈവാത്മാവിൽ അത് പങ്കുവെച്ചൊരു കാര്യമായിരുന്നു. സ്തോത്രം. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, കാരണം സമയം കുറവായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ നീതിമാനായി ജീവിച്ചു, കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തൻ്റെ കാത്തിരിപ്പ് യെരൂശലേമിൻ്റെ അതേ ആശ്വാസദായകൻ വരും എന്ന പൂർണ്ണ ഉറപ്പിൽ താൻ കാത്തിരുന്നു. സ്തോത്രം. പിന്നെ പറയുന്ന ഹല്ലേലൂയ, അത് അപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഉണ്ടായിട്ട് താൻ അത് അത്ഭുതം ചെയ്തില്ല, അടയാളം ചെയ്തില്ല, അത് ആരും കൊന്നൊടുക്കിയില്ല. ദാവീദിനെ പോലെയോ ശിംശോനെ പോലെയോ ഒന്നും താൻ വീര്യപ്രവർത്തിയോ ചെയ്ത, സിംഹത്തെ കൊന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ചെയ്തെന്താണ്? കാത്തിരിപ്പ്. കാരണം സിംഹത്തെ കൊല്ലുവാനുള്ള ബലം പോലെ തന്നെ ആത്മാവിൽ ഒരു ബലം വേണം കാത്തിരിക്കുവാൻ. സ്തോത്രം. അതിന് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. 25 വർഷം കാത്തിരുന്നു. കാത്തിരിപ്പിന് ദൈവമക്കളെ അന്നും ഇന്നും അത് വില കൊടുക്കണം. സ്തോത്രം. അതിന് വളരെ ക്ഷമ വേണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് തൻ്റെ മേലുണ്ടായിരുന്നു. 26-ാം വാക്യം, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും എന്നും അത് കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അരുളപ്പാട് പ്രാപിച്ചൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഇങ്ങനെ വീണ്ടും പറയുന്നു 2-ാമത്തെ വാക്യത്തിൽ 27-ാം വാക്യം 2-ാം തവണ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവ് മേലുള്ള മനുഷ്യൻ, സ്തോത്രം, ഭക്തനായ മനുഷ്യൻ കാത്തിരിക്കുന്നത് നമുക്ക് അതേ സ്തോത്രം ഹല്ലേലൂയ ആത്മാവ് നമുക്ക് അരുളപ്പാട് നൽകും. ആരെക്കുറിച്ച്? നമ്മെക്കുറിച്ച്. ആദ്യം കുറവുണ്ടെങ്കിൽ കുറവ് വെളിപ്പെടുത്തും. അതേ ഭാവിയെക്കുറിച്ചാണെങ്കിൽ ഭാവിയെക്കുറിച്ച്. ഇവിടെ ഭാവിയെക്കുറിച്ച് പറയുന്നത്, നീ ക്രിസ്തുവിനെ കാണാതെ നീ മരണം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെയും അത് കാത്തിരിപ്പ് അതായിത്തീരട്ടെ. കർത്താവേ, എൻ്റെ കണ്ണടഞ്ഞ മുമ്പേ അങ്ങയുടെ വരവിൽ അത് ഞാൻ എടുക്കപ്പെടും. അങ്ങയുടെ വരവ് കാണുവാൻ അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ബലം പിടിക്കാനും പറ്റില്ല, ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കുവാൻ. സ്തോത്രം. കർത്താവ് അതിനുവേണ്ടി എന്നെ ഒരുക്കുവാൻ, എൻ്റെ കുടുംബത്തെ ഒരുക്കുവാൻ, എൻ്റെ സഭയെ ഒരുക്കുവാൻ, രക്ഷിക്കപ്പെടാതെ എൻ്റെ കുടുംബക്കാർ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ അയൽവാസികൾ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈ ദിവസം കൂടുതലായി ദൈവാത്മാവ് നമുക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്തോത്രം, അത് ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരണം ആസ്വദിക്കുകയില്ല എന്ന അരുളപ്പാട് ലഭിച്ച മനുഷ്യൻ. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ മാത്രമല്ലല്ലോ, നാം പരിശുദ്ധാത്മാവിൽ വസിക്കുന്നവരാ. അത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതലായി, ശിമോനെ കൂടുതലായി. കാരണം നമ്മൾ ശിമോന്റെ കാലഘട്ടത്തിലല്ല, പുതിയ നിയമ കാലഘട്ടത്തിലുള്ളവരാണ്. പെന്തക്കോസ്ത് നാൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ സൂമിൽ കൂടി ആണെങ്കിലും അത് ആത്മാവ് തന്നെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവിധ ദേശങ്ങൾ, വിവിധ രാജ്യങ്ങൾ നമ്മൾ ആണെങ്കിലും അത് ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്ന പൂർണ്ണമായുള്ള വിശ്വാസമാണല്ലോ നമ്മൾ ഓരോ ദിവസവും കൂടി വരുന്നത്. അതുകൊണ്ട് അത് ആത്മാവിൻ്റെ അരുളപ്പാടുകൾ ഈ ദിവസം എന്നെക്കുറിച്ച്, ആദ്യം വേറെ ആളെക്കുറിച്ചല്ല, എന്നെക്കുറിച്ചുള്ള അരുളപ്പാട്. എൻ്റെ ജീവിതം എങ്ങനെ ആകണം, എങ്ങനെ ആയിത്തീരണം, അതിന് വചനമുണ്ട്. വചനത്തിൻ്റെ വാക്യങ്ങൾ കർത്താവ് തരണം. അന്നത്തെ കാലത്ത് വചനം അധികം ഇല്ലല്ലോ. സ്തോത്രം. അവർക്ക് പഴയ നിയമം മാത്രമുള്ളൂ, തോറ മാത്രമുള്ളൂ. സ്തോത്രം. അത് നിയമങ്ങൾ മാത്രമേ. പക്ഷേ ഇന്ന് നമുക്ക് പുതിയ നിയമവും പഴയ നിയമവും ഒരുമിച്ചുണ്ട്. സ്തോത്രം. അതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ, എന്നോട് സംസാരിക്കുവാൻ, ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, എൻ്റെ
എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ഞങ്ങളെ എങ്ങനെ ആയിത്തീരണം, ഞങ്ങൾ എന്തായിത്തീരണം, എൻ്റെ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതേ സ്വതം ഹല്ലേ പരിശുദ്ധാത്മാവിനോട് അരുളപ്പാട് നൽകി. 28-ാം വാക്യം നമ്മൾ വായിക്കുന്നത് 27. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം അത് ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ അത്രയോട്. 27-ാം വാക്യം, അവൻ ആത്മനിയോഗത്താൽ ആലയത്തിൽ ചെന്നു. ആത്മനിയോഗം, ആലയത്തിൽ പോകാൻ പോലും ഒരു ആത്മനിയോഗം പ്രാപിച്ച മനുഷ്യൻ. സ്തോത്രം. എവിടെ നമ്മൾ പോയാലും പോകുമ്പോഴും ആത്മനിയോഗത്താൽ പോകാൻ, എന്ത് ചെയ്താലും സ്തോത്രം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പണ്ട് എനിക്കൊന്ന് ആദ്യമായി ഇവിടുത്തെ ഈ സൂമിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞിട്ട് പലയിടത്തും പറയുന്ന സാവകാശം ലഭിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ആത്മനിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ, അത് നിങ്ങൾ രാവിലത്തെ പ്രഭാത ചായയോ കാപ്പിയോ നിങ്ങൾ എന്താ കുടിക്കുന്ന, അത് ഇടുമ്പോഴും ഒരു ആത്മനിയോഗത്തിൽ അത് ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത്രത്തോളം എന്താ ഒരു അടുപ്പം. സ്തോത്രം. രാവിലെ എണീറ്റ് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം അതേ സ്വതം കിച്ചണിലേക്ക് കയറുമ്പോൾ, എൻ്റെ ഭാര്യ ചെന്ന് കിച്ചണിലേക്ക് കയറി അതേ സ്വതം പ്രാർത്ഥിച്ചിട്ടാണ് കിച്ചനെ സമർപ്പിച്ച് അത് സ്റ്റൗവും മറ്റുള്ള കാര്യങ്ങളെല്ലാം സമർപ്പിച്ചാണ് താൻ പിന്നെ ചായ പോലും ഇടുന്നത്, തീ കത്തിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്ത് ഹല്ലേലൂയ. ഒരു ആപത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. കർത്താവിന് നമ്മൾ ചെയ്യുന്ന സകലത്തിനും മുൻപേ സ്തോത്രം അർപ്പിക്കുക. കർത്താവിനെ നമ്മൾ ആശ്രയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആത്മനിയോഗത്താൽ ഒരു കാര്യം ചെയ്യുവാൻ, അത് ആ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോകാൻ വേണ്ടി ആയിക്കോട്ടെ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ റീമ പ്രൈം മിനിസ്റ്റർ എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടെങ്കിലും എല്ലാ ദിവസവും കൂടുന്നതിന് മുമ്പേ കർത്താവേ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് അത് ആത്മനിയോഗത്താൽ ഹല്ലേലൂയ ഒരു കേടുമില്ലാതെ, നെറ്റിൻ്റെ പ്രയാസങ്ങളോ അത് ഞാൻ കേൾക്കുന്ന വചനങ്ങൾ എനിക്ക് അനുഗ്രഹമായി തീരുവാൻ, ആത്മാവിൽ പാടുവാൻ, ആത്മനിയോഗത്താൽ കർത്തദാസന്മാർ ശുശ്രൂഷിപ്പാൻ, സഹോദരിമാർ ശുശ്രൂഷിപ്പാൻ ഒക്കെ ഉള്ള പ്രാർത്ഥന വിഷയം നമുക്ക് വളരെ ആവശ്യമാകുന്നു. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാമെങ്കിലും ഒന്ന് ഓർപ്പിച്ചുള്ളൂ. അത് കൂട്ടാൻ വേണ്ടി, ചെയ്യാത്ത ആരെങ്കിലും അവന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടി ആത്മനിയോഗത്താൽ അവൻ ആലയത്തിൽ ചെന്നു. അവൻ ആത്മനിയോഗത്താൽ ആലയത്തിൽ ചെന്നുകൊണ്ട് എന്ത് ചെയ്തു? അവൻ യേശു കുഞ്ഞിനെ കണ്ടു. പ്രൈസ് ദി സ്തോത്രം. ഹല്ലേലൂയ. യേശു കുഞ്ഞിനെ കാണുക മാത്രമല്ല, യേശു കുഞ്ഞിനെ കയ്യിലേന്തി യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മറിയയോട് ദൂത് പറഞ്ഞു പ്രവാചകൻ. സ്തോത്രം. പ്രവാചകനായിരുന്നു. സ്തോത്രം. അത് ആത്മാവിൽ താൻ പ്രവചനം, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കുമെന്ന് അന്ന് അത് ശിമ്യോൻ പറഞ്ഞു. എന്താണെന്ന് താൻ അറിയില്ല. പക്ഷേ പിന്നീടാണ് ഹല്ലേലൂയ താൻ മരിച്ചുപോയി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലാണ് അത് മറിയയുടെ ഹൃദയത്തിൽ ആ വാള് കൊണ്ടത്. അവൾ യേശു ക്രിസ്തുവിനെ, അത് തൻ്റെ മകനെ കാൽവരി ക്രൂശിൽ അത് ആ കഷ്ടം അനുഭവിക്കുന്ന കണ്ടപ്പോൾ, മരിക്കുന്ന അവസ്ഥയിൽ താൻ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ കൂടി വാള് കടന്നുപോയി. ആ ദൂത് അവളോട് വ്യക്തമായി. സ്തോത്രം. അത് ഹല്ലേലൂയ. ശിമ്യോൻ പറയാണ്, വാൾ നിൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകും. അപ്പോൾ ആത്മനിയോഗത്തിൽ ജീവിച്ച മനുഷ്യൻ, നീതിമാനായി ജീവിച്ച മനുഷ്യൻ, കാത്തിരിപ്പിൻ്റെ മനുഷ്യൻ എന്ത് സ്തോത്രം, അത് മറ്റുള്ളവരുടെ ആവശ്യമൊന്നും എല്ലാവരോടും പോയി കയറി അതേ ഒരു പ്രവചനം പറയുന്ന ഒരു പ്രവാചക ശുശ്രൂഷയല്ല. ഇത് അത്യാവശ്യമായുള്ള ഒരു ശുശ്രൂഷ താൻ ചെയ്തു. അത് ഒരിക്കൽ മാത്രം ചെയ്തു. ഹല്ലേലൂയ. താൻ പറയാൻ, എന്നിട്ട് കർത്താവേ, നാഥാ ഇപ്പോൾ എന്നെ സമാധാനത്തോടെ അയക്കണമേ. നാഥാ എന്നെ സമാധാനത്തോടെ അയക്കണമേ. സ്തോത്രം. രണ്ടാമത്തെ ആളെ വ്യക്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞ 36-ാം വാക്യം, 36, 37, 38 3 വാക്യങ്ങളെക്കുറിച്ച് അത് ഹന്ന എന്ന പ്രവാചകയെക്കുറിച്ച് നമ്മൾ പറയുന്ന ആശേർ ഗോത്രം. 36-ാം വാക്യം. ആശേർ ആർക്കെങ്കിലും ഒരാൾ വായിക്കാം, വേണമെങ്കിൽ വായിച്ച് സഹായിക്കാം. ഞാൻ വായിച്ചോളാം. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വായിക്കാം. പതിവേലിന്റെ മകളായ അന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാവരാജത്തിൽ പിന്നെ കർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം ഇതുവരെയും വളരെ വയസ്സെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. മതി. താങ്ക് യു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവസാന വാക്യം പറയുന്നത്, അത് ആ നാഴികയിൽ അത് അവളും അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ച് യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. അവൾ പ്രവചിച്ച ഒറ്റ പ്രവചനം അതായിരുന്നു, യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് അത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവൾ പ്രസ്താവിച്ചു. സ്തോത്രം. പക്ഷെ അവളെക്കുറിച്ച് പറയുന്നത് അവൾ ഹന്ന എന്ന പ്രവാചികയായിരുന്നു. വീട് കയറി സഭ കയറി പ്രവചനം പറഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ആ ശുശ്രൂഷ നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ
അതേ അവൾ ചെയ്ത ആകെ, എന്നിട്ടും അവളെ വിളിക്കുന്ന ഹന്ന എന്ന പ്രവാചിക്ക്, ആശേർ ഗോത്രത്തിൽ അതേ ജനിച്ചവൾ. പ്രൈസ് ലോർഡ്, സ്തോത്രം. അവളുടെ പിതാവിൻ്റെ പേര് ഫെനുവേൽ. ഫെനുവേൽ എന്ന് പറഞ്ഞാൽ പെനിയേൽ എന്ന അർത്ഥമാണ്. അതേ പെനിയേൽ, നമ്മുടെ യാക്കോബ് സ്വന്തം നൽകിയ സ്ഥലത്തിൻ്റെ പേര് പെനിയേൽ. ഞാൻ ഇവിടെ അത് ദൈവത്തെ കണ്ടിരിക്കുന്നു, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ മനുഷ്യൻ്റെ, അവളുടെ അപ്പൻ്റെ പേര് പെനിയേൽ ഇട്ടത്. പക്ഷേ അപ്പൻ ദൈവത്തെ കണ്ടില്ല. സ്തോത്രം. ആയിരുന്നായിരിക്കും സ്തോത്രം, പക്ഷേ അപ്പൻ നേരിട്ട് കർത്താവിനെയോ ദൈവത്തെയോ കണ്ടില്ല. യാക്കോബ് പറഞ്ഞു, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. ഇവിടെ ഈ ഹന്നയുടെ അപ്പൻ അതേ ദൈവത്തെ കണ്ടില്ല, പക്ഷേ ഹന്ന മകൾ അത് പ്രായം ചെന്നവളായിരുന്നു. സ്തോത്രം. അവൾ ദൈവത്തെ കണ്ടു. അവൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വീണ്ടെടുപ്പുകാരനെ അവൾ കണ്ടു. സ്തോത്രം. അതിനുവേണ്ടി കാത്തിരിപ്പ്, എന്തൊക്കെ കാത്തിരിപ്പായിരുന്നു ആ സഹോദരി. ഏഴ് വർഷം വിവാഹ ജീവിതം കഴിച്ച ആ മാതാവ് സഹോദരി പിന്നെ 84 വർഷം വിധവയാണ്. 84 വർഷം വിധവയായി ജീവിച്ചു. ഏകദേശം 100ഓളം വയസ്സുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ 100ഓളം വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത്, കാലത്ത് വെച്ച് കാണുകയും ചെയ്യുന്നത്. അല്ലേ? അപ്പം അത്രയും കാത്തിരിപ്പ് വീണ്ടും കാണിക്കുന്നത്, കാത്തിരുന്ന ഒരു സഹോദരി. എങ്ങനെ? ഭർത്താവില്ല, മക്കളില്ല, വീടില്ല. സ്തോത്രം. ആകെ ഉള്ളൊരു താല്പര്യം, ആകെ ജീവിതത്തിലുള്ള അവൾ ദൈവാലയം വിട്ട് പിരിയാതെ എന്നും പറഞ്ഞ് 24 മണിക്കൂർ ദൈവാലയത്തിൽ എല്ലാവരും. കാരണം ദൈവാലയത്തിൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് കയറാൻ പോലും സാവകാശമില്ല. ദൈവാലയത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും പുറത്തുള്ള ഒരു മുറ്റമായിരുന്നു സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നൽകിയത്. സ്തോത്രം. അപ്പോൾ എന്നിട്ടും വചനം പറയുന്ന അവൾ ദൈവാലയം വിട്ട് പിരിയാതെ രാവും പകലും ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. സ്തോത്രം. 84 വയസ്സുള്ള അമ്മച്ചിക്ക് അപ്പോൾ രോഗം ഉണ്ടായിട്ടുണ്ടാവും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ രോഗമില്ലാണ്ടിരിക്കില്ലല്ലോ. മുട്ടുവേദന, തലവേദന, പനി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സ്തോത്രം. എന്നിട്ടും ആ മാതാവ് സ്തോത്രം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, വിട്ടു പിരിയാതെ. അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഭർത്താവില്ലാത്തതുകൊണ്ടോ മക്കളില്ലാത്ത വേദന ഉണ്ടായില്ല. കാരണം എന്താണ്? അവളുടെ കാത്തിരിപ്പിൻ്റെ സ്തോത്രം അനുഭവം. ഞാൻ കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണും എന്നൊരു വിശ്വാസം. ഉറപ്പൊന്നുമില്ല, ഒരു അരുളപ്പാട് ലഭിച്ചില്ല. ശിമയോന് പിന്നെയെങ്കിലും ഒരു അരുളപ്പാടുണ്ടായിരുന്നു. ഇവിടെ അരുളപ്പാടൊന്നുമില്ല. പക്ഷേ അന്നും കാത്തിരിക്കുന്ന മശിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ രണ്ടാമത്തെ വരവിന് ദൈവസഭ കാത്തിരിക്കുന്നവളെ, നമ്മുടെ കാന്തൻ്റെ വരവിന് വേണ്ടി യഥാർത്ഥമായി ആത്മാർത്ഥമായി കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടാൻ പോകുന്ന നാളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ആ സഹോദരിയും തൻ്റെ വയസ്സ്, തൻ്റെ പ്രായം ഒന്നും വകവെക്കാതെ, നമുക്കറിയാലോ യെരൂശലേം യെരൂശലേം നിൽക്കുന്ന ഒരു മലയുടെ മുകളിലാണ്, ആലയം നിൽക്കുന്ന ഒരു മലയുടെ മുകളിലാണ്. നല്ലൊരു കയറ്റം കയറി വേണം ഈ ആലയത്തിൽ പോകുവാൻ. സ്തോത്രം. അപ്പോൾ ഓരോ തവണ ആലയത്തിൽ പോകണമെങ്കിൽ മല കയറി വേണം പോകുവാൻ. അധ്വാനമുണ്ട്. സ്തോത്രം. പക്ഷെ അതൊന്നും വകവെക്കാതെ യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പുകാരനെ അവൾ കാണും, എൻ്റെ കണ്ണാലെ ഞാൻ കാണും എന്ന വിശ്വാസത്തിൽ ആ മാതാവ് ഉപവസിച്ചു, പ്രാർത്ഥിച്ച്, ആരാധിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആത്മശക്തിയോട് താൻ കാത്തിരുന്നു. എൻ്റെ അപ്പൻ്റെ പേര് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു ആണ് എന്ന അർത്ഥമെങ്കിൽ ഞാൻ അത് വ്യക്തമായി കാണും എന്ന വിശ്വാസത്തോടെ അവൾ ജീവിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ സ്വന്തം അവസാനമായി അവൾ കാണുകയും ചെയ്തു. എന്നും പറഞ്ഞ് മറ്റുള്ള എല്ലാവരും കണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. സ്തോത്രം. അവൾക്ക് ഞാൻ പറഞ്ഞ വെളിപ്പാടുണ്ടായില്ല, ദർശനമുണ്ടായില്ല, ആരും പ്രവചനം പറഞ്ഞില്ല, സ്വന്തമായി അവൾക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ അവളുടെ ജീവിതത്തിൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലെന്ന് എബ്രായർ 11:6 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അവളുടെ ആശ എന്തായിരുന്നു? ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്ന്. ആ കാര്യം അവൾക്ക് വേണ്ടി ദൈവം സാധിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ദൈവമക്കളെ സ്തോത്രം, ആ സമയം അതായിരുന്നു. ഹല്ലേലൂയ. അതിനു മുമ്പ് ജീവിച്ചവരുണ്ടോ? യെസ്, അതിനു മുമ്പ് ജീവിച്ച ഭക്തന്മാരുണ്ടായിരുന്നു. അതിനു മുമ്പ് ജീവിച്ച് മരിച്ച വിശുദ്ധന്മാരും ഭക്തന്മാരും ഹല്ലേലൂയ നീതിമാന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരാരും യേശുവിനെ കണ്ടില്ല. ഈ സമയം യേശുവിൻ്റെ സമയത്ത് കർത്താവ് നിയോഗിച്ച് വെച്ചത് ഈ ശിമയോനും ഈ ഹന്നയുമായിരുന്നു. സ്തോത്രം. അതിനുവേണ്ടി അവർ വില കൊടുത്തു. കാത്തിരിപ്പാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടുപേരും അവരുടെ ആയുസ് സകലവും മുഴുവനും യേശുവിന് വേണ്ടി കാത്തിരുന്ന്
അവർ കൊടുത്തു സമർപ്പണം. ആ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് അതേ കർത്താവിനെ കാണുവാൻ രണ്ടുപേർക്കും മുഖാമുഖം കർത്താവിനെ കാണുവാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് സൗഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് നമ്മുടെ ജീവിതം സ്തോത്രം ഹല്ലേലൂയ. അത് നമുക്ക് നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ അതേ ഈ പുസ്തകത്തിൽ തന്നെ എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകം അതേ 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെ വാക്യങ്ങൾ വ്യക്തമായി അവിടെ സ്പഷ്ടമായി യോഹന്നാൻ കണ്ട ദർശനം നമുക്കും പങ്കുവച്ചിരിക്കുന്നു. അത് ഒളിപ്പിച്ചു വെച്ചില്ല, അത് വെളിപ്പാടായി തന്നു, അത് തുറന്നു തന്നു. തന്നെ സഭ ഹല്ലേലൂയ തന്നെ കാന്തനെ കാണുവാൻ, അതേ കാന്തനെക്കുറിച്ച് കാണുവാൻ ആഗ്രഹമുള്ള തൻ്റെ ദൈവമക്കൾക്ക് വേണ്ടി യേശു തൻ്റെ ആ രൂപം വെളിപ്പെടുത്തി. അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവൻ, മാർദ്ദ പൊൻകച്ച കെട്ടിയവൻ, അതേ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളവൻ ഹല്ലേലൂയ, അവനൊന്ന് കാണുവാൻ. അതെങ്ങനെ കാണാൻ സാധിക്കുന്നത്? ഞാൻ അതേ ഒറ്റയ്ക്ക് എൻ്റെ ഹല്ലേലൂയ പ്രാർത്ഥന മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിച്ചാലേ എനിക്കത് കാണാൻ സാധിക്കുള്ളൂ. സ്തോത്രം. അത്ര സൗഭാഗ്യം കർത്താവ് നമ്മോട് കാണിച്ചു. മറ്റുള്ള പഴയ നിയമം എത്രയോ വിശുദ്ധന്മാരുണ്ടായിട്ട് അവർക്ക് ആർക്കും ലഭിക്കാതെ അവരെല്ലാം ആത്മാവിൽ കണ്ടു. അവരെക്കുറിച്ച് പറയുന്നവർ ആത്മാവിൽ കണ്ടു. സ്തോത്രം. പക്ഷെ അവർക്ക് ആ യാഥാർത്ഥ്യം വ്യക്തമായി അനുഭവിക്കാൻ സാധിച്ചില്ല. എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് അത് വെച്ചിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിന് ഹല്ലേലൂയ. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ മുഖം കണ്ട് തൃപ്തനാകുമെന്ന് ദാവീദ് രാജാവ് പറയുന്നല്ലോ. ഉണരുമ്പോൾ ഓരോ ദിവസം ഉണരുമ്പോൾ ആ മുഖം കണ്ട് തൃപ്തി പ്രാപിപ്പാൻ, ആ മുഖം കണ്ട് അത് കണ്ടാൽ നമ്മൾ തൃപ്തി പ്രാപിക്കും. ആ മുഖം കണ്ടാൽ നമ്മൾ തൃപ്തി പ്രാപിക്കും. അതിനൊരു സംശയവുമില്ല. കാരണം ദൈവത്തിൻ്റെ മുഖമാണല്ലോ. ആ മുഖം കണ്ടാൽ സ്തോത്രം, അത് മുറിവേറ്റ മുഖമല്ല, തേജസ്സേറിയ മുഖം. ഓ പ്രൈസ് ദി ലോർഡ്. ആ മുഖസ്പർശനം, അതിൻ്റെ എല്ലാം ഒരു രശ്മി, നമ്മൾ പറഞ്ഞ ഒരു രശ്മി മതി. സൂര്യനെ മുഴുവനായി കാണേണ്ട ആവശ്യമില്ല, ഒരു രശ്മി മതി. കർത്താവിൻ്റെ ഒരു രശ്മി ഓരോ ദിവസം. അതിന് ഒരു ഹല്ലേലൂയ കാര്യമാണ് നമുക്ക് സൗഭാഗ്യമായി തന്നു വചനം. വചനമെന്ന കർത്താവിൻ്റെ ഹല്ലേലൂയ അതേ വചനമാകുന്ന ദൈവം കർത്താവിനെ തന്നെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മളെ തൃപ്തരാക്കും. നമ്മൾ അതിൽ തൃപ്തി പ്രാപിച്ചാൽ ജീവിതത്തിൽ എന്തൊക്കെ കുറവുണ്ടെങ്കിലോ, ജീവിതത്തിൽ എന്തൊക്കെ രോഗാവസ്ഥ ഉണ്ടെങ്കിലും, അത് ജീവിതത്തിൽ എന്തൊക്കെ നിന്നെയും പരിഹാസം സഹിക്കേണ്ടി വന്നാലും അത് നാം ജയത്തോടെ കർത്താവിന് ആത്മാവ് നമ്മളെ നയിക്കും. ദൈവത്തിന് ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തും. സ്വതം ഭാരപ്പെടേണ്ട മകളെ മകനെ, ഭയപ്പെടേണ്ട മകളെ മകനെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരെല്ലാം അത് ആ ദർശനം പ്രാപിച്ചതാ, അവർ ആ ശബ്ദം കേട്ടവരാകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ സ്തോത്രം, ഈ രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ സ്തോത്രം അവർ സമർപ്പിച്ച് എന്തിനു വേണ്ടി ഹല്ലേലൂയ, അത് വരാനുള്ള തലമുറ. അതുകൊണ്ട് ഇന്നും 2025 മെയ് മാസം 28 ഞാനത് ഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ സ്വന്തം നമ്മൾ വായിച്ച കുരുവാക്യം പറഞ്ഞ പോലെ അത് നമുക്ക് വേണ്ടി നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. സ്വന്തം അവർ തങ്ങൾക്ക് അവരെല്ലാം സൗഭാഗ്യങ്ങളെ മാറ്റിവെച്ച്, അവർക്കുള്ള ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് അവർ കാത്തിരുന്നു. സ്തോത്രം. അവരെ കാത്തിരിപ്പ് വൃഥാവായി പോയില്ല. ഹല്ലേലൂയ. അവരുടെ കാത്തിരിപ്പിന് അന്ത്യം അതേ യേശു കർത്താവിനെ കാണുവാൻ, മനുഷ്യപുത്രനെ കാണുവാൻ, സ്തോത്രം, രക്ഷകനെ കാണുവാൻ, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാണുവാൻ, മുഖാമുഖം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് അവരെ സഹായിച്ചുവെങ്കിൽ, അവർക്ക് സൗഭാഗ്യം നൽകിയെങ്കിൽ, ദൈവമക്കളെ സ്തോത്രം, ദൈവദാസന്മാരെ, അത് നമ്മുടെ ജീവിതം, നമ്മുടെ കാത്തിരിപ്പ്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, എൻ്റെ മരണം സംഭവിക്കും മുമ്പേ അങ്ങയുടെ വരവ് നടക്കട്ടെ. അത് നടക്കട്ടെ. എന്തിനാ കൂടുതൽ ആയുസിനി സ്തോത്രം, ഈ ഹല്ലേലൂയ ശാപവും പാപവും അത് സ്തോത്രം വ്യഭിചാരങ്ങളൊക്കെ നടക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ കൂടുതൽ ആയുസ് 4 വയസ്സുള്ള വീണ്ടും ഈ വർഷം വീണ്ടും ആ പാപം നടന്നു. അല്പം 1-2 വർഷം മുമ്പേ സംഭവം ഉണ്ടായിരുന്നു. 4 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന അനുഭവം. വീണ്ടും ഈ വർഷം ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ആ സംഭവം വീണ്ടും നടന്നു എങ്കിൽ പ്രകൃതി പിന്നെ എങ്ങനെ അതിൻ്റെ കോപം അത് ഛർദ്ദിക്കാതിരിക്കും? മനുഷ്യൻ ചെയ്യുന്ന പാപം നിമിത്തമാണ് പ്രകൃതി ഇതൊക്കെ ചെയ്യുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തിയും ദൈവം അനുഭവിച്ചിട്ടാണ്. പക്ഷെ പ്രകൃതി ഇതൊക്കെ കണ്ട് പ്രകൃതി ഭാരപ്പെടുകയാണ്. ജീവജാലങ്ങൾ, ആത്മാവില്ലാത്ത പ്രാണങ്ങൾ, സ്തോത്രം, അവരിതൊക്കെ അതെന്താ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ പുല്ലാകട്ടെ, അത് മരങ്ങളാകട്ടെ, നദികളാകട്ടെ, സ്തോത്രം, ഇതെല്ലാം അവർക്കെല്ലാം ഒരു ജീവനുണ്ട്. ആത്മാവില്ലെങ്കിൽ ജീവനുണ്ട്. സ്തോത്രം. ദൈവത്തെ അവർ ഭയപ്പെടുന്നു, ദൈവത്തെ അവർ ആരാധിക്കുന്നു. മനുഷ്യൻ്റെ പാപം നിമിത്തം ദൈവഭയമില്ലാത്ത അനുഭവങ്ങൾ, വേണ്ടിയുള്ള കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, അത് മനുഷ്യനോട് വെറുപ്പ്, അത് കുടുംബത്തിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, ദേശത്ത്, രാജ്യത്തായിക്കോട്ടെ, സ്തോത്രം, വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യങ്ങൾ, അത് 4 വയസ്സിലെ കുഞ്ഞിനെ പോലും, അപ്പനെ പോലും, അമ്മയെ പോലും സ്തോത്രം കണക്കാക്കാതെ അവർ കൊന്നു കളയുന്ന കൊടുക്കുന്ന അനുഭവങ്ങൾ, സഹോദരന്മാർ തമ്മിൽ പാരമ്പര്യം,
സംഭവിക്കുന്നത്. എവിടെ? കൈനിൽ അതേ പിശാച് പ്രവർത്തിച്ച ആ പാരമ്പര്യം, കൊലപാതകം. നമ്മളെപ്പോഴും പറയേണ്ട പാരമ്പര്യ ശക്തി. സ്തോത്രം. ഒരു കാര്യം കൂടി അതിൽ ചേർക്കട്ടെ. സ്തോത്രം. പാരമ്പര്യ ശക്തികൾ ഹല്ലേലൂയ സ്തോത്രം ഉണ്ട്. അത് അന്നോ എൻ്റെ അപ്പൂപ്പനോ എൻ്റെ വലിയപ്പൂപ്പനിൽ നിന്ന് പ്രാപിച്ചതല്ല. പിന്നെയോ കൊലപാതകം ആരംഭിച്ചത് കൈനിലാണ്. വ്യഭിചാരം ആരംഭിച്ചത് അവിടെ ആ പിതാക്കന്മാർ അതേ സ്വന്തം ഉൽപ്പത്തി പുസ്തകം നിന്നാണ്. അവിടെ നിന്നാണ് പാരമ്പര്യം ആരംഭിക്കുന്നത്. പക്ഷെ ആ പാരമ്പര്യങ്ങൾ ജയിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. സ്തോത്രം. മോശയെക്കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, അത് മോശ ലേവി ഗോത്രത്തിൽപ്പെട്ടവനാണല്ലോ, ജനിച്ചതാ. സ്തോത്രം. ലേവി ഹല്ലേലൂയ അത് യാക്കോബിൻ്റെ മകനായിരുന്നു. ലേവിയും ശിമോനും ചേട്ടനും അനിയനും കൂടി സ്തോത്രം അല്ലെ അവർ രണ്ടുപേരും കൂടി അവരുടെ പെങ്ങൾ ദീനെ അതേ സ്തോത്രം ഷേഖേം എന്ന് പറയുന്ന ദേശത്തെ ഷേഖേം ആ പുത്രൻ അവളെ നശിപ്പിച്ചുകൊണ്ട് ആ ഷേഖേംകാരെ ഈ രണ്ട് സഹോദരന്മാർ കൂടി ചേർന്ന് അവർ കൊലപാതകം ചെയ്തു. യാക്കോബ് അത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളെൻ്റെ തലയെ നാണിപ്പിച്ചല്ലോ, കുനിയിച്ചല്ലോ, എനിക്ക് നാണക്കേടായി. ഈ ലേവിയിലാണ് മോശ ജനിക്കുന്നത്. പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് സ്തോത്രം. ഒരു പാരമ്പര്യം കൂടി. ലേവി കൊലപാതകം ചെയ്തു. ചില 10-12 അതേ 10-12 ആളുകൾ വന്നപ്പോൾ, മോശയുടെ കാലം വന്നപ്പോൾ മോശയും ഒരു കൊലപാതകം ചെയ്തു. ഒരു മിസ്രൈമിനെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പാരമ്പര്യം. പിന്നീട് കർത്താവ് ക്ഷമിച്ചു. ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറയാം, അപ്പോൾ പാരമ്പര്യം അങ്ങനെയാണ് വരുന്നത്. അതിനെ ജയം പ്രാപിക്കാൻ വേണ്ടിയാണ്. ലോകത്തെ സ്നേഹിക്കുക, ലോകത്തോട് ഇഴുകിച്ചേരുക. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് സംഭവിക്കുന്ന കാര്യങ്ങൾ, യൗവനക്കാരെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അവർ സ്കൂളിലും കോളേജിലാണ്. പിന്നെ ഹോസ്റ്റലിലെ പിള്ളേരുടെ കാര്യം പിന്നെ പറയേ വേണ്ട. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പോരാടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അത് വ്യക്തമായി തന്നെ വേണം. സ്വതം ആത്മാവിൽ അത് പോരാടി അതേ സ്വതം ജയം പ്രാപിക്കണം. ദൈവാത്മാവ് ഈ നാളുകൾ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി കാത്തിരിപ്പിൻ്റെ മനോഭാവം നമ്മുടെ മക്കൾക്കുണ്ടോ, കൊച്ചുമക്കൾക്കുണ്ടോ? കാത്തിരിപ്പ് ഇന്ന് ആർക്കും കാത്തിരിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. സകലവും വേഗത്തിൽ. മമ്മി വേഗത്തിൽ ഉണ്ടാക്കുക, അപ്പോൾ വേഗത്തിൽ ഓടിക്കുക. സ്തോത്രം. മഴയായി ഈ സമയം വരെ കർത്താവ് മഴയെ തടുത്ത് നിർത്തി. സമയം തീരാറായതുകൊണ്ട് മഴയും വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവമക്കളെ, കർത്തദാസന്മാരെ അതേ ഹല്ലേലൂയ അത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അത് നമ്മൾക്ക് അത് നമ്മൾ പഴും രാജ്യപാസ്റ്ററൊക്കെ അത് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പമായി പ്രസ്താവിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലാവരും നിങ്ങളെ കൊണ്ട് ആവുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് ഓർപ്പിച്ചവരെ അത് നാമോ സഹോദരന്മാർക്ക് വേണ്ടി അത് പ്രാണനെ വെച്ച് കൊടുത്ത് അത് ആ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അത് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ആത്മാവിൽ പോരാടുവാൻ ദൈവാത്മാവ് ഈ നാളെ നമ്മളെ കൂടുതലായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ആ രണ്ട് അത് വ്യക്തി ജീവിതങ്ങൾ ഷിമിയോനും ഹല്ലേലൂയ അന്നയും അവർ കാത്തിരിപ്പിൻ്റെ ഫലം അവർക്ക് ലഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതൊരിക്കലും വ്യർത്ഥമല്ല. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് യേശു താൻ തന്നെ 30 വർഷം യേശു ഒരു മുട്ടുസൂചി പോലും എടുത്തില്ല. തൻ്റെ ശക്തിയാൽ ഒരു അത്ഭുതവും യേശു ചെയ്തില്ല. സ്തോത്രം. താൻ ഇറങ്ങി വന്ന് മാത്രമല്ല, കഷ്ടം സഹിക്കുക മാത്രം 30 വർഷം യേശു മിണ്ടാതിരുന്നു. ഞാൻ ദൈവപുത്രനാണോ, ഞാൻ ഇന്ന ആളാണോ, ഒന്നും യേശു പറഞ്ഞില്ല, ചെയ്തില്ല. സ്തോത്രം. അത്രയും ക്ഷമ, അത്രത്തോളം കർത്താവ് കാത്തിരുന്നു, താഴ്മ കാണിച്ചു. നമ്മളാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ഓടി നടന്ന് അത്ഭുതം ചെയ്ത് അതൊക്കെ ചെയ്തത്, പക്ഷേ ഒന്നും യേശു ചെയ്തില്ല. തൻ്റെ 3.5 വർഷത്തിൻ്റെ ആരംഭം സമയം വന്നപ്പോൾ താൻ ചെയ്തു. അപ്പോഴാണ് മറിയയും അതേ സ്വന്തം തൻ്റെ സഹോദരന്മാർ തന്നെക്കുറിച്ച് അറിയുന്നത് ഇവനാരാണ്. എന്നിട്ടും വിശ്വസിച്ചില്ല. സ്വന്തം. അതുകൊണ്ട് ഈ നാളിൽ നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ വരവ് അത് ഈ നാളിൽ തന്നെ സംഭവിപ്പാൻ, അത് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് ഞങ്ങളെ ഹല്ലേലൂയ കർത്താവെ അത് ഉടലോടെ ഞങ്ങളെ എടുക്കപ്പെടുവാൻ അങ്ങയുടെ ഹല്ലേലൂയ വരവ് കാണുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് അതിനുവേണ്ടി ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ കുടുംബക്കാർ, ചാർച്ചക്കാർ, അയൽവാസികൾ, ദേശനിവാസികൾ എല്ലാവരും ഒരുപോലെ ഹല്ലേലൂയ അത് ആ കാഴ്ചയിൽ എടുക്കപ്പെടുന്ന അനുഭവങ്ങൾ. സോ അതിനു മുമ്പേ ഈ നാളിൽ തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യങ്ങളനുസരിച്ച് ഹല്ലേലൂയ അങ്ങയെ കണ്ട്
കണ്ട് സന്തോഷിപ്പാൻ ഓരോ ദിവസം എന്നെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സമയം നൽകിയ അതേ സൂക്ഷിപ്പാൻ അവസരം ഒരുക്കിയ ഭീമ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ അതേ സ്വതം ദൈവമക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. അതേ ദേവദാസന്മാർക്കായി സ്വതം ചെയ്യുന്ന എന്നെ ക്ഷമയോട് കേട്ടിരുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും നിങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സഭകളെയും പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ ജോലിയും എല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് സ്തോത്രം. മാരാനാഥ. പരിശുദ്ധമായ സന്ദേശം ഈ